ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. വിഷു ആയതിനാൽ ഇന്ന് നല്ലൊരു പായസത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. റവയും അതിനോടൊപ്പം ചൗവരിയും ചേർത്ത് റെഡിയാക്കിയതാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ രുചികരമായ പായസം തയ്യാറാക്കാനാവും. ഇത് റെഡിയാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമായി വേണ്ടതെന്ന് നോക്കാം. പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഈ പായസം തയ്യാറാക്കാൻ നമുക്ക് ആദ്യം പാൻ വെച്ചതിന് ശേഷം അത് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നമുക്ക് ആദ്യം റവയാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇത് ചെറിയൊരു ഇളം മഞ്ഞ നിറത്തിലുള്ള റവയായിരുന്നു. ഇതിന് പകരം വെള്ള നിറത്തിലുള്ള റവയിലും ഉണ്ടാക്കിയാലും നന്നായിരിക്കും. ഇപ്പോൾ അത് റോസ്റ്റാക്കി എടുത്തു. ഇത് 1-2 മിനിറ്റ് ഞാൻ റോസ്റ്റാക്കിയായിരുന്നു. വീഡിയോയിൽ കുറച്ച് ഭാഗമേ കാണിക്കുന്നുള്ളൂ. നമുക്ക് അതേ പാനിൽ തന്നെ ചൗവരി വേവിച്ചെടുക്കാം. ഇത് ഞാൻ 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 1.5 കപ്പ് വെള്ളം ചേർത്ത് അത് ഒരു 3-4 മിനിറ്റ് സമയമെടുക്കും. അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. അത് കൂടുതൽ ഡ്രൈ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതേ രീതിയിൽ നമ്മൾ സാധാരണ ഈ ചവരി വേവിക്കുമ്പോൾ 1 കപ്പേ വെള്ളം ചേർക്കാറുള്ളൂ. പക്ഷേ ഇതിലങ്ങനെ നമ്മൾ ഷുഗറൊക്കെ ചേർത്ത് ഇങ്ങനെ മെൽറ്റാക്കി എടുക്കണം. അതുകൊണ്ടാണ് 1/2 കപ്പ് കൂടെ കൂടുതൽ ചേർത്തത് വെള്ളം. നമ്മളിതിൽ 1/2 കപ്പ് ഷുഗറാണ് ചേർത്തത്. ഇതിന് എൻ്റെ കറക്റ്റ് മധുരമുണ്ട്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുന്നത് കൊണ്ട് ആവശ്യത്തിന് മധുരമുണ്ട്. കൂടുതൽ മധുരം വേണമെങ്കിൽ അല്പം കൂടെയൊക്കെ ഷുഗർ ചേർക്കാവുന്നതാണ്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഇനി നമുക്ക് അതിലോട്ട് വറുത്ത് വെച്ച റവ ചേർക്കാം. റവയും ചൗവരിയും എല്ലാം ഈ ഷുഗർ സിറപ്പിൽ കിടന്ന് തന്നെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ അതിങ്ങനെ കുറച്ച് തിക്കായി വരുന്നിടം വരെ നമുക്കിത് വേവിച്ചെടുക്കേണ്ടതാണ്. ഇതേ രീതിയിൽ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. നമുക്കിത് ഇനി നെയ്യുടെ ആവശ്യമില്ല. നമ്മൾ ആദ്യമേ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചായിരുന്നു. നമുക്ക് ഈ സമയം അതിലോട്ട് മിൽക്ക് ഒഴിക്കാം. 1/2 ലിറ്റർ മിൽക്കാണ് എടുത്തത്. ഇത് ഫുൾ ക്രീം മിൽക്കാണ്. ഇത് നല്ല തിളപ്പിച്ച് എടുത്ത മിൽക്കാണ്. അത് എന്നിട്ട് 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒഴിച്ച് മിക്സാക്കി എടുക്കണം. ഇതേപോലെ ഇപ്പോൾ ഏകദേശം അത് മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇപ്പോൾ നല്ല അത് കുറുകി വന്നിട്ടുണ്ട്. ഫ്ലേവറിനായി നമുക്ക് 1/2 ടീസ്പൂൺ കാർഡമം ചേർക്കാം. എന്നിട്ട് അതും ഒന്ന് ഇതുപോലെ മിക്സ് ആക്കണം. ഈ പായസം നമ്മൾ ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തിക്കാവുന്ന സമയം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ മിൽക്കൊക്കെ ഫുൾ ക്രീം മിൽക്ക് ഒഴിച്ചതുകൊണ്ട് അതിൽ മിൽക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് അത് 2 ടേബിൾ സ്പൂൺ അതിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടൻസ്ഡ് മിൽക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒക്കെ വറുത്ത് ചേർക്കണം. പാൻ വെച്ചിട്ട് ചൂടായി വന്നിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. എന്നിട്ട് കുറച്ച് കാഷ്നട്ടും അതുപോലെ കുറച്ച് കിസ്മിസുമാണ്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നല്ല ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അത് റെഡിഷ് കളറായി. ഇനി നമുക്ക് കിസ്മിസും ചേർക്കാം. ഇതിനു മുന്നേ കുറേ വെറൈറ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിഷുവിന് എല്ലാവരും ഈ പായസം ഉണ്ടാക്കി നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മളത് ഫ്രിഡ്ജിൽ 2-3 ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഈ പായസം എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് രുചികരമാണ്. സദ്യയിൽ ബോളിയോടൊപ്പമൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കൂടാതെ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. എൻ്റെ ഈ റെസിപ്പി കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.